Hi, welcome to Gossip Corner. Gossip Corner is a cafe, and we are going to open a chain of cafes in Cochin and Trivandrum and all of the main cities in Kerala. Today, we are going to do steam momos, the base momos. Steam momos is chicken with good spices. That's blend it, stuff it, steam it. Momo is main chicken. Fresh chicken breast use breast use because there is no fiber. Breast use breast spices like onion, green chili, ginger, garlic, salt, pepper. This is mix blender blend mince cheyidirukana കാരണം എന്നാൽ മാത്രമേ അതിനകത്ത് കറക്റ്റ് ആയിട്ട് അതിന്റെ സ്പൈസസ് ബ്ലെൻഡ് ആവൂ. then vegetables ഉണ്ട്. Vegetables നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ക്യാരറ്റ്, ക്യാബേജ്, again salt and pepper നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഇതിൽ സ്റ്റഫ് ചെയ്ത് again steam ചെയ്തെടുക്കുക. So first we have to make dough. Dough ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മൈദ, ക്വാളിറ്റി മൈദ, അതിൻ്റെ കൂടെ സിമ്പിൾ സോൾട്ട്, പെപ്പർ, വാട്ടർ. അത് ഉണ്ടാക്കിയതിന് ശേഷം ആ ഡോ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളത് പരത്തണം. നന്നായിട്ട് പരത്തി അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് സ്ലോലി അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുക. ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട്. സീ ദ ഷേപ്പ്. ഇവർ ഈ ഷേപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സ്റ്റീം നന്നായിട്ട് നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫില്ലിങ്സ് ഓവർ ഫില്ലിങ്സ് ഇടാൻ പാടില്ല. ഉള്ള ലൈറ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റീം നിൽക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെയാണ് ആ ഫില്ലിങ്സ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഷേപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും പൊട്ടിപ്പോവില്ല. സ്റ്റീം ചെയ്തതിന് ശേഷം ഒരിക്കലും പൊട്ടിപ്പോവില്ല. അതുകൊണ്ടാണ് സ്റ്റീമിങ്ങിന് ഇത് ഷേപ്പ് അങ്ങനെ ചെയ്യുന്നത്. വെജിറ്റബിൾ അതേപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾ സെയിം സാധനം പരത്തിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് വെജിറ്റബിൾ സ്റ്റഫ് ചെയ്ത് വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞല്ലോ, ക്യാരറ്റ്, ക്യാബേജ്, സുക്കീനീസ്, ഈവൻ പൊട്ടറ്റോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മളിവിടെ പൊട്ടറ്റോ യൂസ് ചെയ്യുന്നില്ല. ചില ആളുകൾക്ക് സ്റ്റാർച്ചിൻ്റെ ഒരു ഇത് അതുകൊണ്ട് നമ്മൾ പൊട്ടറ്റോ അധികം യൂസ് ചെയ്യുന്നില്ല. ഇതാണ് ഫിനിഷ്ഡ് മോമോ. ഇപ്പോൾ നമ്മൾ മോമോ ഉണ്ടാക്കി ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, കറക്റ്റ് ഡിഫറെൻറ്റ് ഷേപ്പാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ സാധനം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 5 to 8 minutes നമ്മൾ സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്യണം. ആ സ്റ്റീം ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൂടെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോസസ് ഉണ്ട്. ആ സോസസ് ഡിപ്പ് ചെയ്തിട്ടാണ് ഇത് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റീം ചെയ്യാം. ഇത് സ്പെഷ്യൽ മോമോ സ്റ്റീമറാണ്. നമ്മളിവിടെ നോർമൽ ഉപയോഗിക്കുന്ന സ്റ്റീമറല്ല. ഇത് അവർ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ മോമോ സ്റ്റീമർ. ഇതിന് 2 തട്ടുണ്ട്. അപ്പോൾ അടിയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് വരുന്ന സ്റ്റീമർ ഡയറക്റ്റ് ഇതിൽ പോകാതെ അതിന് മുകളിൽ വേറൊരു സ്റ്റീമർ ഒരു തട്ട് വെച്ചിട്ട് അതിലാണ് നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് സ്റ്റീമിങ് വാട്ടറിൻ്റെ കണ്ടൻറ്റ് അതിനകത്തേക്ക് വരുന്നില്ല. നമ്മളുടെ മോമോസ് ഏകദേശം കുക്കായിട്ടുണ്ട്. കറക്റ്റ് സ്റ്റീമിങ്ങിൻ്റെ ഒരു സ്റ്റീമിങ് വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് എടുത്തിട്ട് നമുക്ക് പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് അത് ഗാർണിഷ് ചെയ്ത് നമുക്ക് അവർക്ക് അവിടുത്തെ ഒരു സ്റ്റൈലുണ്ട്. അവരുടെ നാട്ടിലായാലും അവരുടെ പ്ലേസിൽ അവർ ശരിക്കും അത് മോമോസ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ ആ സോസൊക്കെ വെച്ച് പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു അപ്പറ്റൈസിങ് ഫീൽ വരും. അടുത്ത് കഴിക്കാൻ തോന്നും. നമുക്ക് 2 ടൈപ്പ് ഓഫ് സോസാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നത്. നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അത് നമ്മുടെ ചില്ലി സോസാണ്. അത് കുറച്ച് സ്പൈസി. നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് ഭയങ്കര സ്പൈസിനെസ് ഇഷ്ടമാണല്ലോ. അപ്പോൾ കുറച്ച് ഹോട്ട് സോസ് എന്ന രീതിയിൽ ടൊമാറ്റോയും ചില്ലിയും കൂടിയിട്ട് ബ്ലെൻഡ് ചെയ്ത് അത് നമ്മൾ ടെമ്പറിങ് ചെയ്തിട്ട് ക്യുമിൻ ബേസ്ഡ് ടെമ്പറിങ് ചെയ്ത് അതാണ് നമ്മുടെ സോസ്. അനദർ സോസ് ലൈക്ക് മയോണൈസ് ബേസ്ഡ് സോസാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റ് മോമോസ്. നമ്മൾ ഉപയോഗിക്കുന്ന സോസ് ഈ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് മോമോസ് എടുത്ത് കഴിക്കുക. ദിസ് അവർ മോമോ ഗോസിപ്പ് കോർണർ സ്പെഷ്യൽ മോമോ. ദ സ്റ്റീം മോമോ ഇസ് ദ. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് യു ഹാവ് ടു കം ഡൗൺ അവർ കഫേ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു കോസി ആംബിയൻസിൽ ഇരുന്നിട്ട് നിങ്ങൾക്കത് വന്നു കഴിഞ്ഞാൽ ആ എക്സ്പീരിയൻസ് കിട്ടി. ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് ഒരു ബിഗ് സ്ക്രീനിൽ നിങ്ങൾ മൂവീസ് എല്ലാം കണ്ട്
ഞങ്ങളുടെ മോമോസ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. സോ എൻജോയ് യുവർ മോമോസ്.